كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا مولانا محمد اللهم اوصل وبلغ مثل ثواب ما قرأناه من قرآنك الكريم هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وشفيعنا وحبيبنا ومنجينا وهادينا مصطفى محمد صلى الله عليه وسلم وإلى أرواح جميع الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين وإلى أرواح أصحاب البدريين والأحديين وسائر الصحابة والقرابة كلهم أجمعين وإلى أرواح جميع مشايخنا وأساتذتنا كلهم أجمعين خاصة إلى حضرة الشيخ عمر ولي الله القاهري قدس الله سره العظيم اللهم إلى أرواح آبائنا وأمهاتنا وإخواننا من الأموات يا رب العالمين اللهم ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا ونبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രസിദ്ധ സൂഫി വര്യനും പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് തങ്ങൾ രചിച്ച ലോകപ്രശസ്ത പ്രവാചക പ്രകീർത്തന കാവ്യമായ അല്ലഫൽ അലിഫ് എന്ന ഖസീദയുടെ അർത്ഥവും വ്യാഖ്യാനവും എന്ന തുടർപഠന ക്ലാസിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടുവാനും ആസ്വദിക്കുവാനും പഠിക്കുവാനും നാം ഈ ഒരുമിച്ച് കൂടിയതിന് അവൻ ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അതിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകട്ടെ. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെക്കുറിച്ച് ഒരു ലഘു പരിചയം നടത്തി. അതുപോലെ ഒന്നാമത്തെ ബൈത്തും നമ്മൾ ആരംഭിച്ചു. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു ചർച്ച വരുന്ന ഒരു വാക്ക് അൽ അലിഫു എന്നുള്ള വാക്കാണ്. അവിടെ യഥാർത്ഥത്തിൽ ഈ കവിത രചിക്കുന്നത് ഉമർ വലിയുല്ലാഹി ആണ്, പക്ഷേ അലിഫ് രചിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരുപാട് ശാരീഹ്യങ്ങൾ വ്യാഖ്യാതാക്കൾ എന്തായിരിക്കും ആ സൂഫി വര്യൻ അള്ളാഹുവിൽ ലയിച്ച ആ വലിയ ഉദ്ദേശിച്ചിട്ടുള്ളത്, അങ്ങനെ ഓരോ ശാരീഹ്യങ്ങളും വ്യാഖ്യാതാക്കളും പല രീതിയിലും അതിനെ വ്യാഖ്യാനിച്ചു. നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു. അലിഫിനോട് ആ മഹാനെ സാദൃശ്യപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്നാമത്തെ ക്ലാസ് കേൾക്കുക. അങ്ങനെ 4ഓളം അഭിപ്രായങ്ങൾ
മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇനി അലിഫിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയാതെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ബൈത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഇവിടെ അലിഫ് രചിച്ചു എന്നതുകൊണ്ട് മുറാദ്, ഉദ്ദേശം യഥാർത്ഥ അൽ ഫാഇലുൽ ഹഖീഖി എന്ന് പറയും. അദ്ദേഹമാണ് രചിച്ചതെങ്കിലും അദ്ദേഹത്തിന് അതിനുള്ള തൗഫീഖ് നൽകിയ സൃഷ്ടാവായ അള്ളാഹുവിലേക്കുള്ള ആ സൂചനയാണ് ഇഷാറത്തുൻ ഇലല്ലാഹി. അള്ളാഹുവിലേക്കുള്ള, അള്ളാഹ് നേരുമ്പോൾ തുടക്കത്തിൽ അലിഫ് പോലെ കാണുന്നുണ്ടല്ലോ നമ്മൾ അലിഫ്, അതിലേക്കാണ് സൂചന. അഹദിലേക്ക്, അള്ളാഹുവിലേക്കുള്ള സൂചനയാണ്. അത് എങ്ങനെയാണ് ഉമർ വലിയുല്ലാഹി രചിക്കുമ്പോൾ അള്ളാഹു രചിച്ചു എന്ന് എങ്ങനെ പറയലും? അത് സൂഫി ചിന്തകന്മാരായ ആളുകൾ അതിനൊരുപാട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന് അത്തരത്തിലുള്ള വ്യാഖ്യാനത്തിന് നമ്മുടെ ഈ സമയം പര്യാപ്തമല്ല. അതായത് അള്ളാഹുവിൽ ലയിച്ച് അവരുടെ പ്രവർത്തനം പോലും ഒന്നുമല്ലാത്ത രീതിയിൽ, അവരുടെ കണ്ണിൽ കാണാത്ത രീതിയിൽ എല്ലാം അള്ളാഹു. നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ പറയാറുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടി അള്ളാഹു അവസാനം എൻ്റെ മോളെ കെട്ടിച്ചു എന്ന് പറയും. അങ്ങനെ നമ്മൾ പല വർത്തമാനങ്ങളിലും അള്ളാഹുവിലേക്ക് ചേർത്തി പറയും. അതിനിടയിൽ ഒരുപാട് അസ്ബാബുകൾ നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ നാം സമീപിച്ചു, ഒരുപാട് പിരിവ് നടത്തി, ഒരുപാട് വിഷമങ്ങൾ സംഭവിച്ചു. അവസാനം നമ്മുടെ കുട്ടിയെ റാഹത്തായിട്ട് കെട്ടിച്ചയക്കാൻ സാധിച്ചു. അപ്പം നമ്മൾ നേരെ അതൊക്കെ നമ്മൾ മറന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹിൻ്റെ സഹായം കൊണ്ട് അതൊക്കെ ഭംഗിയായി കഴിഞ്ഞു പറയും. അത് നമ്മുടെ സാധാരണക്കാരൻ നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയാറുണ്ട്. എന്നാൽ സൂഫിയാക്കളുടെ ഭാഷയിൽ മറ്റൊരു അർത്ഥത്തിലാണ് അള്ളാഹു എന്ന് പറയുന്നത്. അവരുടെ പ്രവർത്തനങ്ങളോ അവരുടെ കാര്യങ്ങളോ ഒന്നും അവരുടെ മുമ്പിൽ കാണാത്തൊരവസ്ഥ വരുമ്പോൾ അവർക്ക് മുമ്പിൽ കാണുന്നതും പ്രപഞ്ചം മുഴുക്കെ അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹു രചിച്ചു എന്നാണ്. നമ്മൾ സാധാരണ പറയുന്ന മറ്റൊരു ഉദാഹരണം, നമ്മളിപ്പോൾ ടൗണിലൂടെ നടക്കുന്ന സമയത്ത് വളരെ വിശപ്പുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ നമ്മളൊരു നല്ലൊരു ഹോട്ടൽ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്, നല്ലൊരു ഭക്ഷണം കിട്ടും. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഒരു സുഹൃത്തിനെ, ഒരുപാട് കാലം മുമ്പ് കണ്ട ഒരു സുഹൃത്തിനെ പെട്ടെന്ന് കണ്ടുമുട്ടുകയും അവൻ നമ്മളെ ക്ഷണിച്ചു കൊണ്ടുപോയി നല്ലൊരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്തു നമ്മളെ കൊണ്ട് കഴിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, നമുക്ക് നല്ല സന്തോഷമായി. അവിടെ നമ്മൾ പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി. എന്നെ ഭക്ഷിപ്പിച്ച അള്ളാഹുവേ നിനക്കാണ് സ്തുതി. യഥാർത്ഥത്തിൽ നമ്മളെ സുഹൃത്താണ് നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോയി നമുക്ക് ആവശ്യമുള്ളതിൽ അധികം ഭക്ഷണം നമ്മൾ കഴിപ്പിച്ചു സന്തോഷിപ്പിച്ചു. അവിടെ നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹ്, അള്ളാഹു എന്നെ ഭക്ഷിപ്പിച്ചതാണ്. അപ്പോൾ അതിനിടയിൽ നടന്ന ഈ അസ്ബാബുകളെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് മറന്നിട്ട് നേരിട്ട് ഫാഇലുൽ ഹഖീഖി, യഥാർത്ഥ ഫാഇലായ കർത്താവായ അള്ളാഹുവിലേക്ക് ഒരു പ്രവൃത്തിയെ ചേർത്തി പറയുന്നതിനാണ് ഇങ്ങനൊരു രൂപം മഹാന്മാർ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ആ അലിഫ് അള്ളാഹുവിലേക്കാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ബൈത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹ്. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദ്യം അതിൻ്റെ അർത്ഥം പറയാം. വളരെ എളുപ്പമാണ്. അഹ്മദുല്ലാഹ, അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. എങ്ങനെ? മുസല്ലിയൻ മുസല്ലിമൻ. മുസല്ലിയൻ ഞാൻ തന്നെ സ്വലാത്ത് ചൊല്ലുന്നവനായ സ്ഥിതിയിൽ, മുസല്ലിമൻ ഞാൻ തന്നെ സലാം ചൊല്ലുന്നവനായ സ്ഥിതിയിൽ. ആരുടെ മേൽ? അലാ അഹ്മദിൻ, അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. നബി തങ്ങളുടെ മേൽ മാത്രമല്ല, വൽ ആലി തങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും, വൽ അസ്ഹാബി തങ്ങളുടെ സ്വഹാബത്തിൻ്റെ പേരിലും. അതിനപ്പുറം ഒന്ന് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. മൻ ലിൽ ആലി ആൽ, മൻ
ഒരുത്തരും, അവിടെ ഒരു വാവ് കളയപ്പെട്ടു എന്നാണ് ശാരീഹ്യങ്ങൾ പറയുന്നത്. അത്തഫിൻ്റെ വാവ് വമൻ എന്നാണ്. വൽ അസ്ഹാബി എന്ന് പറഞ്ഞ പോലെ വമൻ, ഒരുത്തരുടെ പേരിലും. എങ്ങനത്തെ ഒരുത്തരാണ്? ലിൽ ആലി, നബിത്തങ്ങളുടെ നേരത്തെ പറഞ്ഞ ആ ആലിലേക്ക്. ലിൽ ആലി ആൽ, രണ്ടർത്ഥം അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ആ അവസാനത്തിലുള്ള ആൽ എന്നുള്ളത് ആല എന്നും പറയാം, ഒരു മാതിയായ ഒരു ഫെയിലായിട്ട് ആല, അല്ലെങ്കിൽ ആൽ എന്നുള്ള അതേ അർത്ഥം തന്നെ, കുടുംബം. അപ്പോൾ ലിൽ ആലി ആൽ, ആലുൻ ലിൽ ആലി, നബിത്തങ്ങളുടെ കുടുംബത്തിൻ്റെ കുടുംബങ്ങൾ, അതിങ്ങനെ കുടുംബം ഇങ്ങനെ പോലെ ആ അക്കാരിബുകൾ, അവരുടെ പേരിലും. നേരത്തെ പറഞ്ഞ യഥാർത്ഥ ആല്, പിന്നെ അവരുടെ കുടുംബം ഇങ്ങനെ പോകുമ്പോൾ ആ മൻ ലിൽ ആലി, ആ കുടുംബത്തിൻ്റെ ആല് എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ. മറ്റൊരു അർത്ഥത്തിൽ മൻ, ഈ അസ്വഹാബ് എന്ന് പറഞ്ഞല്ലോ, സ്വഹാബികൾ, ആ വാക്കിൽ നിന്നും അത്ഫ് ബയാൻ എന്ന് പറയും നഹ്വിൽ. അത് ഒന്നും കൂടി അതിനെ വിശദീകരിച്ചിട്ട് എങ്ങനത്തെ സ്വഹാബികളാണ്? അവർ ഒരുത്തരാണ്. ലിൽ ആലി, റസൂലുള്ളാഹിൻ്റെ യഥാർത്ഥ ആലിൽപ്പെടുന്ന ആൾക്കാരുണ്ടാവും, റസൂലുള്ളാഹിൻ്റെ ആ കുടുംബങ്ങൾ. അവരോട് ആല, അവരെന്തായിരിക്കുന്നു? ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവരിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിൻ്റെ കുടുംബങ്ങളല്ലെങ്കിലും ഈ സ്വഹാബികൾ റസൂലുള്ളാഹിനോടുള്ള അടങ്ങാത്ത മഹബ്ബത്തിലും റസൂലുള്ളാഹിനോടുള്ള അടങ്ങാത്ത ഇത്തിബായിലും റസൂലുള്ളാഹിനോട് കൂടെ തന്നെയുള്ള സഹവാസത്തിലും റസൂലുള്ളാഹിനോടുള്ള ആ പെരുമാറ്റത്തിലും സ്നേഹത്തിലും എല്ലാം ഹുബ്ബിലും അങ്ങനെയൊക്കെ അവർ അള്ളാഹിൻ്റെ റസൂലിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ ഏതുപോലെ തന്നെയാണ്? റസൂലുള്ളാഹിൻ്റെ ആലുപോലെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ആല് എന്ന് അവരെ എണ്ണില്ലെങ്കിലും ആലുപോലെ അവരായി. അതാണ് വൽ അസ്ഹാബി, സ്വഹാബത്തിൻ്റെ മേലിലും. എങ്ങനത്തെ സ്വഹാബികളാണ്? അതിൻ്റെ ബയാനായിട്ട് അറബി നഹ്വ് പ്രകാരം അത്ഫ് ബയാൻ അല്ലെങ്കിൽ ബദൽ എന്നൊക്കെ പറയും. മൻ, അവർ ഒരുത്തരാണ്. ലിൽ ആലി, റസൂലുള്ളാഹിൻ്റെ ആലിലേക്ക്. ആല എന്നാണ്, അത് ബൈത്തിന് വേണ്ടി നമ്മൾ സുക്കൂൻ ചെയ്തു. ആല, അവർ ആലിലേക്ക് ചേർന്നിരിക്കുന്നു, മടങ്ങിയിരിക്കുന്നു എന്ന്. ഈ ബൈത്തിന് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അർത്ഥങ്ങളൊന്നും അതിൽ കൂടുതലില്ല. പിന്നെ ഇതിൽ ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള, പഠിക്കാനുള്ള ഒരു കാര്യം ആരാണ് റസൂലുള്ളാഹിൻ്റെ ആല് എന്നാണ്. റസൂലുള്ളാഹിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശറഅ് അവിടെ പറയുന്നത്? ഒരുപാട് പിന്നെ വിശദീകരണമുണ്ട്. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ ആല് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ പിതാമഹന്മാർ, ഉപ്പാപ്പന്മാരുടെ ലിസ്റ്റ് നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഹാഷിം എന്ന് പറഞ്ഞിട്ട് ഒരാളെ കാണും. ആ ഹാഷിമിൻ്റെ മക്കൾ, അത് ബനു ഹാഷിം എന്ന് പറയും അറബിയിൽ, ബനു ഹാഷിം. ആ ഹാഷിമിൻ്റെ പിന്നെ സഹോദരനായ മുത്തലിബ്, അപ്പോൾ ബനു മുത്തലിബ്. അപ്പോൾ ഹാഷിമിൻ്റെയും മുത്തലിബിൻ്റെയും മക്കളിൽ നിന്നും മുഅ്മിനീങ്ങളായ ആളുകൾ, അവരിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്? റസൂലുള്ളാഹിൻ്റെ ആലിനെ എണ്ണാൻ തുടങ്ങുന്നത്. ബനു ഹാഷിം, ബനു മുത്തലിബ്, ഇതൊക്കെ നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്നുണ്ട്. ബനു ഹാഷിം, ബനു മുത്തലിബ് എന്നിവരിൽ നിന്നുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ ആണ് ആല് എന്ന് ശറഅൻ നമ്മൾ പഠിക്കുന്നത്. ഇനി മറ്റൊരു അഭിപ്രായത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച എല്ലാവരും റസൂലുള്ളാഹിൻ്റെ ആല് തന്നെയാണ്. അപ്പോൾ ഈ ചൊല്ലുന്ന സ്വലാത്തും സലാമുകളൊക്കെ അവർക്കും കിട്ടും. ഉമ്മത്തുൽ ഇജാബ എന്ന് പറയും. രണ്ട് തരം ഉമ്മത്തുണ്ട്. ഒന്ന് ഉമ്മത്തുൽ ദഅവ, മറ്റൊന്ന് ഉമ്മത്തുൽ ഇജാബ. റസൂലുള്ളാഹി എല്ലാവരിലേക്കും അല്ലേ പിന്നെ റസൂലുള്ളാഹി നിയോഗിക്കപ്പെട്ടവരാണ്. എല്ലാവർക്കും റസൂലുള്ളാഹി ദഅവത്ത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അങ്ങനെ ദഅവത്ത് മുഖേന റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളുണ്ടാവും. ഉത്തരം നൽകിയ ആളുകൾക്ക് ഉമ്മത്തുൽ ഇജാബ എന്ന് പറയും. ഉത്തരം നൽകിയ, നമ്മൾ ഇജാബത്ത് കിട്ടുന്നുണ്ട്, ദുആക്ക് ഉത്തരം കിട്ടുക. അങ്ങനെ വിശ്വസിക്കാത്ത ആളുകൾ ഇതിൽ പെടുകയില്ല. അപ്പോൾ ഈ ഉമ്മത്തുൽ ഇജാബ ആരൊക്കെ ഉണ്ടോ അങ്ങനെ നമ്മളൊക്കെ പെടും അല്ലേ? അള്ളാഹു നമ്മളൊക്കെ പെടുത്തട്ടെ. അങ്ങനെ അഭിപ്രായമുണ്ട്. സാധാരണ ആരെങ്കിലും ഇങ്ങനെ എഴുതി വെച്ച അഭിപ്രായമല്ല. പിന്നെ ഇഖ്താറഹു അൽ ഇമാം അൽ മാലിക്, മാലിക് ഇമാം ഈ അഭിപ്രായത്തെ മുഖ്താറാക്കിയിരിക്കുന്നു, പ്രബലമാക്കിയിരിക്കുന്നു. മാത്രമല്ല വറജ്ജഹു അൻ നവവിയു, നവവി ഇമാം ഈ അഭിപ്രായത്തെ റാജിഹാക്കിയിരിക്കുന്നു, പ്രബലമാക്കിയിരിക്കുന്നു. ഏത്? ഉമ്മത്തുൽ ഇജാബത്ത് ആരൊക്കെ ഉണ്ട് അവരൊക്കെ അതിൽ പെടുന്ന, തങ്ങളെ കൊണ്ട് വിശ്വസിച്ച തങ്ങളുടെ ഉമ്മത്തൊക്കെ അതിൽ പെടുന്നു. അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഇങ്ങനെ ചെല്ലുമ്പോൾ വഅല ആലിഹി വസുഹാബിഹി എന്ന് പറയുമ്പോൾ ആലിൽ നമുക്കും അതിൻ്റെ ഒരു പങ്ക് കിട്ടുന്നതാണ്.
എന്നാൽ ഇതിൻ്റെ ഈ ബൈത്ത് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കൾ പറയുന്നു അങ്ങനെയൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിലും ഇവിടെ മഹാനവർകൾ ഉദ്ദേശിച്ചത് ബനു ഹാഷിം, ബനു മുത്തലിബ് എന്ന് പറയപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകളാണ്. ഇവിടെ ബൈത്തിൻ്റെ തുടക്കത്തിലായതുകൊണ്ട് ഏതൊക്കെ വന്നു? ഒരു മഹത്തായ ഒരു കാര്യം അദ്ദേഹം നിർവഹിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ മദ്ഹ് രചിക്കുകയാണ്. ഇതിനേക്കാളും വലിയൊരു പുണ്യമായൊരു കാര്യമില്ല. അപ്പോൾ ഒന്നാമത്തെ ബൈത്തിൽ പറഞ്ഞു അവ്വല സുതൂരി ബിസ്മില്ലാഹി ബദ് അൽ ഖാലിഖാൽ. അപ്പോൾ ബിസ്മി ചൊല്ലി. രണ്ടാമത്തേതിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിൽ അഹ്മദുല്ലാഹ ഹംദ് ചൊല്ലി, മുസല്ലിയൻ സ്വലാത്ത് ചൊല്ലി, മുസല്ലിമൻ സലാമൻ ചൊല്ലി. അപ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം. നമ്മൾ സാധാരണ മാലപ്പാട്ടുകളൊക്കെ നമ്മൾ പറയുമ്പോൾ ഒന്നുകൂടെ നമ്മളിങ്ങനെ പറഞ്ഞു നോക്കിയാൽ ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബൈത്ത് നമ്മൾക്ക് ഓർമ്മ വരണം. അതെ, ബിസ്മിയും ഹംദും സ്വലാത്തും സ്വലാമും മുൻ ബിള്ളീനെ ഫീസത്ത് മാല. ഒരു ബൈത്ത് അതേപോലെ ഉണ്ടല്ലോ, നഫീസത്ത് മാല. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബിള്ളിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ ആണ് മഹാന്മാർ രചിച്ച അതേ രൂപത്തിൽ. അദ്ദേഹം അറബിയിലുള്ള ഒരു ബൈത്തായതുകൊണ്ട് അതിൻ്റെ കോർവയിൽ കൊണ്ടുപോകും. അതുപോലെ നമ്മൾ മുഹിയുദ്ദീൻ മാലെടുത്താലും അങ്ങനെ അല്ലാ തീരു പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ബേദാംബർ അലമുടയവൻ ഏകല്ലരുളാലെ ആയ മുഹമ്മദ വർക്കീള ആയോവർ. ഉണ്ടോ അവിടെയൊക്കെ അള്ളാ തിരുപേരും. അള്ളാഹ് തിരുപേരും തന്നെ ബിസ്മില്ല എന്നർത്ഥം. അള്ളാഹിൻ്റെ പേരും ബിസ്മില്ല, ബിസ്മില്ലാഹി എന്നാണ്. തുതിയും ഹംദ് സ്വലവാത്തും അതൊക്കെ മഹാന്മാർ അവരുടെ രീതി അങ്ങനെയാണ്. ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം. അതാണ് ഈ രണ്ട് ബൈത്തുകളിൽ മഹാന്മാർ ഈ ഉമർ വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സ്വല്ലല്ലാഹു തങ്ങൾ മഹത്തായ ഒരു കാവ്യം രചിക്കുന്ന സമയത്ത് അദ്ദേഹം തുടങ്ങുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണെന്ന് ബാലഗൽ മുദ്ദഅഹു ഫി ഔസ്വാഫിഹി ഫമാ ബലഗ് ബാലിഗും മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പം ഇത്രയും വലിയൊരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഒരുങ്ങി തയ്യാറായി നിൽക്കുമ്പോൾ ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഒന്നാകെ പറഞ്ഞ് തീർക്കാനാണ് എൻ്റെ ഒരു ശ്രമം എന്ന് അദ്ദേഹം പറയുന്നില്ല. കാരണം ആര് ശ്രമിച്ചാലും അത് എത്രത്തോളം കഠിനമായിട്ട് പരിശ്രമിച്ചാലും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് തീർക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് അദ്ദേഹം ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. പിന്നെ ഞാനൊക്കെ ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ഒരു ബറക്കത്ത് കിട്ടിയിട്ട് അങ്ങനെയെങ്കിലും പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് മഹാന്മാരായ ആളുകളൊക്കെ ഇതിനു വേണ്ടി മുതിർന്നത്. അവരവർക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു. അവർ ചെയ്തത് നമ്മൾ കൂടിയിരുന്നു കൊണ്ട് അത് പഠിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. അതാണ് ബാലഗൽ മുദ്ദാഹു. ബാലഗ എന്ന് പറഞ്ഞാൽ മുബാലഗത്താക്കി. അറബി ഭാഷയിൽ ബാലഗ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ കഠിന ശ്രമം നടത്തുന്നതിനാണ് ബാലഗ എന്ന് പറയുന്നത്. അൽ മുദ്ദാഹു മാദ്ഹീങ്ങൾ, നിബിത്തങ്ങളെ മദ്ഹ് ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെ എന്താക്കി? അപ്പോൾ ലോകത്തുള്ള എല്ലാവരും പെട്ടു. എത്രത്തോളം ആളുകളുണ്ട്, അവർ മുഴുവനും ബാലഗ. അവർ കഠിനമായ ശ്രമം നടത്തി റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കുവാനും രചിക്കുവാനും പാട്ടുപാടുവാനും മദ്ഹ് കാവ്യങ്ങൾ ഉണ്ടാക്കുവാനും അതൊക്കെ അവരെന്താക്കി? വളരെ കഠിനമായ ശ്രമം നടത്തി. ഏതിൽ? ഫി ഔസ്വാഫിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ഫുകൾ പറയുന്നതിൽ, നബി തങ്ങളുടെ പ്രത്യേകതകളും നബി തങ്ങളുടെ ഔസ്വാഫുകളും മദ്ഹുകളൊക്കെ പറയുന്ന വിഷയത്തിൽ അവരെന്താക്കി? വളരെ കഠിനമായി ശ്രമിച്ചു. എന്നിട്ട് അവർക്ക് തീർക്കാൻ സാധിച്ചോ? ഇല്ല. ഫമാ ബലഗ എന്നാണ് അവിടെ
ബൈത്തിൻ്റെ കുറവ് വേണ്ടി സുക്കൂൻ കൊടുത്തു. ഫമാ ബലഗ എത്തിയിട്ടില്ല, ബാലിഗുൻ അങ്ങനെ എത്തിയ ഒരാളും എത്തിയിട്ടില്ല എന്നർത്ഥം. ഒരാളും എത്തിയിട്ടില്ല എന്നർത്ഥം. എന്ത് എത്തിയിട്ടില്ല? മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ. ഈ ലോകത്തുള്ള മുഴുവൻ മാദിഹീങ്ങളും കവികളും എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞു തീർക്കാനോ പറയുവാനോ കഠിനമായി അവർ ശ്രമിച്ചിട്ടും അവർ എത്തിയിട്ടില്ല. എന്ത്? മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ. മിഅ്ശാർ എന്ന് പറഞ്ഞാൽ 10ൽ 1 ഭാഗം പോലും. നബി തങ്ങളുടെ പ്രത്യേകതകളും മഹത്വങ്ങളും ഷറഫുകളും അള്ളാഹു കൊടുത്ത ആ സ്ഥാനമാനങ്ങളും ഒക്കെ മൊത്തമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 ഭാഗങ്ങളാക്കിയാൽ 1 ഭാഗം പോലും പറഞ്ഞു തീർക്കാൻ അതിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈ കണ്ട കാലം അത്രയും ജീവിച്ച മദീഹീങ്ങളും കവികളും സാഹിത്യകാരന്മാരും ആശിക്യങ്ങളും എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അതാണ്. അപ്പം അത്രത്തോളം പാരാവാരം പോലെ പരന്നു കിടക്കാണ് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ. മിഅ്ശാറ മാ ഊതി. ഊത്തി എന്ന് പറഞ്ഞാൽ ഉഅ്തിയ, നൽകപ്പെട്ടതായ ഒന്നിൻ്റെ 10ൽ 1 പോലും. എവിടെ നൽകപ്പെട്ടതായ? ബിമാ ഫിൽ ബാലി. ബാല് എന്ന് പറഞ്ഞാൽ ഹൃദയം. ഹൃദയത്തിൽ നൽകപ്പെട്ടതായ, ഹൃദയത്തിൽ ഉദിച്ചതായ കാര്യങ്ങൾ. റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ ഇങ്ങനെ അവർ എഴുതുന്നതിന് മുമ്പ് പ്രസംഗിക്കുന്നതിന് മുമ്പൊക്കെ കൽബിലുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളൊരു പ്രസംഗിക്കുന്ന സമയത്ത് ഒരു സ്വാഗതം പറയുന്ന ഒരാൾ കുറേ കാര്യങ്ങൾ കൽബിൽ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ പറയണം. പക്ഷെ എണീറ്റ് എന്ന് കഴിഞ്ഞാലോ അതിൽ കുറച്ച് കാര്യമേ പറയാൻ പറ്റും. കൽബിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ മാദിഹീങ്ങളുടെ മദ്ഹ് പറയുന്നവരുടെ കൽബിൽ അവസാനത്തെ വാക്ക് ബാൽ. ബാൽ എന്ന് പറഞ്ഞാൽ ബാല. അവിടെ 2 അർത്ഥമുണ്ട്. ഒരർത്ഥം കൽബിൽ ഉദിച്ചതായ ഖതറ എന്നർത്ഥം. അപ്പോൾ അവരിത് എഴുതുന്നതിന് മുമ്പ് പറയുന്നതിന് മുമ്പൊക്കെ കൽബിൽ എന്തൊക്കെ പറയണമെന്നൊരുപാട് കാര്യങ്ങൾ അവർ ആലോചിച്ചിട്ടുണ്ടാവും. ആ കൽബിൽ ഉദിച്ച കാര്യങ്ങളുടെ 10ൽ 1 ഭാഗം പോലും എത്തിക്കാൻ ലോകത്താകമാനമുള്ള മാദിഹീങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇദ്ദേഹം ആദ്യമേ ഇത് പറയാൻ കാരണം ഞാനും അങ്ങനെ തന്നെ, അല്ലാതെ അപ്പാടെ റസൂലുള്ളാഹിന്റെ മദ്ഹ് മുഴുവൻ എഴുതി തീർക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുന്നതല്ല. അതിനൊന്നും എനിക്ക് സാധിക്കുകയില്ല. അത് നമുക്ക് പരിശോധിച്ചാൽ മുമ്പ് കഴിഞ്ഞു പോയ പല ആശിക്യങ്ങളും കവികളും ഖസീദ ഉണ്ടാക്കിയവരൊക്കെ അവരുടെ കവിതകളിൽ അത് പറയുന്നുണ്ട്. അല്ലെ? മുസ്ലിമാൻ പറഞ്ഞു അല്ലേ, ഇന്ന ഫളല റസൂലല്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബൻ ഹുനാതിഖും ബിഫമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബുസൈനിമാം പറഞ്ഞ് നമ്മൾ പഠിച്ചു മുമ്പത്തെ ക്ലാസ്സുകളിൽ അല്ലേ, ബുർദയുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ന ഫളല റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫളൽ എന്ന് പറഞ്ഞാൽ അതിന് ലൈസ ലഹു ഹദ്ദുൻ, അതിനൊരു പരിധിയില്ല. അങ്ങനെ എന്നാലും നമുക്ക് ഇത്ര പറഞ്ഞ് തീർക്കാൻ പറ്റും, ഒരു പരിധിയില്ല. അത് പറയുന്തോറും പഠിക്കുന്തോറും നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. അതിങ്ങനെ പരന്ന് കിടക്കണം. ഫയുരിബ് അൻഹു നാതിഖുൻ ബിഫമി, വായ കൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അത്രത്തോളം. കാരണം ഇതിൻ്റെ ശറഹിൽ പല മഹാന്മാരും പറയുന്നുണ്ട്, അള്ളാഹു തന്നെ മദ്ഹ് ചെയ്ത ഒരാളെ എനിക്കെങ്ങനെ മദ്ഹ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു മദ്ഹ് ചെയ്തു. ആ ഒരു പുണ്യത്തിനുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് മദ്ഹ് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നതാണ്? പിന്നെ ഞാൻ മദ്ഹ് ചെയ്യുന്നത് ആ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്നായിരുന്നു പലരും. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ബുർദക്ക് ഒരുപാട് ശാരീഹ്യങ്ങൾ വലിയ വലിയ മഹാന്മാർ ശറഹുണ്ടാക്കി. അതിനൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചില മഹാന്മാർ പറയുന്നത്, എന്തിനാണ് അവരൊക്കെ 1-2 ശറഹുണ്ടായ പോരെ, എല്ലാവരും കൂടി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അന്നത്തെ ആ പ്രശസ്തരായ അവർ ഉണ്ടാക്കിയത് തന്നെ പല കോപ്പികളായിട്ട് ഇന്നും നിലനിൽക്കും. പക്ഷെ എല്ലാവരും കൂടി 2 പേര് ഞാനെങ്കിലും എഴുതട്ടെ ഇതിൻ്റെ ഒരു ശറഹ്. കാരണം റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. അതിൻ്റെ കാരണം കൊണ്ട് എൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടട്ടെ, എൻ്റെ രോഗം ക്ഷമിക്കട്ടെ, അതൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു.
ഇതിൻ്റെ ഒരു ഷാരിഹ് പറയുന്ന അതിലുണ്ട് കിതാബിൽ, അറാകുല്ല മദ്ഹിൻ ഫിൻ നബിയ്യി മുഖസ്സറ വഇൻ ബാലഗൽ മുസ്നി അലൈഹി വഅക്സറ. റസൂലുള്ളാഹിൻ്റെ വിഷയത്തിലുള്ള ആ മദ്ഹ് പറച്ചിലൊക്കെ ഞാൻ കാണുന്നത് മുഖസ്സറൻ, എത്ര പറഞ്ഞാലും അതിലൊരു കുറവുണ്ടാകും. ഫുള്ളാക്കിയിട്ട് മുഴുവനായിട്ട് തീർക്കാൻ സാധിക്കുകയില്ല. വഇൻ ബാലഗൽ മുസ്നി അലൈഹി, റസൂലുള്ളാഹിനെ സനാ ആക്കുന്ന ആളുകൾ, മദ്ഹ് ചെയ്യുന്ന ആളുകൾ എത്ര മുബാലഗത്താക്കിയാലും എത്ര കഠിനമായി ശ്രമിച്ചാലും വഅക്സറ, എത്ര അധികമായിട്ട് പറഞ്ഞാലും അവൻ്റെ ജീവിതം മുഴുവൻ മദ്ഹിന് വേണ്ടി തന്നെ ബാക്കി വെച്ചാലും എന്താക്കാൻ സാധിക്കുകയില്ല, പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. കാരണം അവർ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവല് ഇതെവിടെ എത്തിയില്ല. അപ്പോൾ അവർ പറയും ഇതേപോലത്തെ വാക്കുകൾ പറയും. അതുകൊണ്ടാണ് ബുസൈരി ഇമാം അടക്കം അങ്ങനെ പറഞ്ഞത്, ഇതിനൊരു ഹദ്ദില്ല. ഒരു ബൈത്തും കൂടി. ബിസ്മില്ലാഹ്. താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖാഫമ താബഅൻ ബിദാദി ത്വാഹ താലിയൻ ലിത്താലി താൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വളരെ മനോഹരമായ കോർവയാണ് ഉമർ വലിയുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ. മറ്റൊന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം, അക്ഷരങ്ങൾ മാറുന്നുണ്ട് അല്ലേ. ബാഗ് കഴിഞ്ഞു, ഇപ്പോൾ തായിലേക്ക് എത്തി. അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. താഹ കൽബി, എൻ്റെ കൽബ് തഹയ്യുറായി. താഹ എന്ന് പറഞ്ഞാൽ വേജാറായി, പരിഭ്രമിച്ചു എന്നർത്ഥം. ഇതൊരു സംഭവത്തിലേക്ക് സൂചിപ്പിക്കുകയാണ്. മുദ് അതൈതു, ഞാൻ ചെന്നെത്തിയ നേരം മുതൽക്ക്. എവിടെ? വാദിയൻ നഖ, ആ പരിശുദ്ധിയുടെ താഴ്വരയിൽ. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ മദീന മുനവ്വറ അല്ലേ. അള്ളാഹു അവിടെയൊക്കെ പോകാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അദ്ദേഹം മദീനത്തേക്ക് പോയ ആ സംഭവം പറയാണ്. നമ്മൾ പറഞ്ഞു അതിൻ്റെ മുഖദ്ദിമല്ലേ, അദ്ദേഹം മദീനത്ത് പോയി പിന്നെ തിരിച്ചു വരാൻ പറ്റാതെ അതിൽ ആ സ്നേഹത്തിൽ കുടുങ്ങിയിട്ട് ഒരുപാട് കാലം ജീവിച്ചതൊക്കെ. അങ്ങനെ പോയ സംഭവം പറയാണ്. ഫമാ താബ, അങ്ങനെ മടങ്ങിയിട്ടില്ല. അൻ വിദാദി ത്വാഹ, അതായത് ഒരാൾ പരിഭ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ മടങ്ങലാണ് പതിവ്. പിന്നെ ഇവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം എന്തെന്നില്ലാത്തൊരു പരിഭ്രമവും. റൗള ശരീഫിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ എനിക്ക് ഒരു വിഷമവും ബേജാറൊക്കെ വരുന്നു. പല ആളുകളും ബോധക്ഷയം സംഭവിച്ച് വീണുപോയിരുന്നു റൗള ശരീഫ് സന്ദർശിക്കുന്ന സമയത്ത്. ഹബ്ബിൻ്റെ കാഠിന്യം കൊണ്ട് കൽബിലത് ഒതുങ്ങി നിൽക്കാതെ ഹൃദയം പൊട്ടി മരിച്ചവരുണ്ട്, ബോധക്ഷയം വന്നവരുണ്ട്. പലരും നിൽക്കാൻ പറ്റാതെ മദീനയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചുപോയവരുണ്ട്. കാരണം റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയ ആളുകൾക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് നിൽക്കാൻ സാധിക്കുകയില്ല. അതാണ് ഇദ്ദേഹം പറയുന്നത്. താഹ കൽബി, എൻ്റെ കൽബ് തഹയ്യുറായി, പരിഭ്രമിച്ചു, വിഷമിച്ചു. മുദ് അതൈതു, ഞാൻ ചെന്നെത്തിയ സമയം മുതൽ. വാദിയൻ നഖ, അപരിശുദ്ധിയുടെ താഴ്വര അഥവാ മദീന മുനവ്വറ. അവിടെ വാദിയൻ നഖ എന്ന് പറയാൻ കാരണം ദോഷികളും പാപികളുമായ ആളുകളൊക്കെ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ കൽബുകളൊക്കെ ശുദ്ധമായി ഒരുമ്മ പെറ്റ മക്കളെ പോലെ തിരിച്ചു വരികയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ ഉണ്ടല്ലേ, നിങ്ങളുടെ നഫ്സിനോട് അക്രമം പ്രവർത്തിച്ചിട്ട് അല്ലേ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയും അള്ളാഹിൻ്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുകയും പൊറുക്കലിന് തേടുകയും ചെയ്താൽ അള്ളാഹു പുറത്തു തരുന്ന. അത് ആഗ്രഹിച്ചിട്ട് പല ആളുകളും അവിടെ പോയിട്ട് തങ്ങളോട് ശഫാഅത്തിന് വേണ്ടി പറയും. മങ്കൂസ് മൗലൂദിലൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലേ, ഞാനൊരുപാട് തെറ്റ് ചെയ്തു പോയി, തങ്ങളോട് ഇതാ ശിക്കായത്ത് ചെയ്യുന്നു എന്ന്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. തങ്ങളോട് പൊരുത്തപ്പെടിക്കാൻ പറയുന്നതല്ല, പിന്നെ തങ്ങൾ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും അത് മുഖേന അള്ളാഹിൻ്റെ ഹബീബ് അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ദോഷവുമായി പോയ ആളുകളൊക്കെ അതൊക്കെ ശുദ്ധീകരിച്ചാണ് തിരിച്ചു വരുന്നത്. അതുകൊണ്ടാണ്
ആ മദീനക്ക് വാദിയൻ നഖ എന്ന് ഉപയോഗിച്ചതെന്ന് മഹാനവറുകൾ, പരിശുദ്ധിയുടെ താഴ്വര. അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഫമാ താബ, പരിഭ്രമിച്ചെങ്കിലും, ഫമാ താബ എന്ന് പറഞ്ഞാൽ റജഅ എന്നർത്ഥം. മറ്റേതല്ല തോബ ചെയ്തിട്ടില്ല എന്നല്ല. പിന്നെ തോബയുടെ മറ്റൊരു അതിലടങ്ങിയിട്ടുള്ളൊരു അർത്ഥമാണ് റജഅ, അല്ലെ, മടങ്ങുക എന്നുള്ളത്. തെറ്റ് ചെയ്ത ആളുകളൊക്കെ മടങ്ങുന്ന തോബ ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ആ മദീനയിൽ നിന്നും ഞാൻ മടങ്ങിപ്പോയിട്ടില്ല നാട്ടിലേക്ക്. അൻ വിദാദി ത്വാഹ, ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബിനെ തൊട്ട്, തങ്ങളോടുള്ള ആ അനുരാഗത്തെ തൊട്ട് ഞാൻ മടങ്ങി നാട്ടിലേക്ക് പോയിട്ടില്ല. പരിഭ്രമിച്ചെങ്കിലും അങ്ങനെ ഞാൻ തിരിച്ചു പോയിട്ടില്ല. താലിയൻ ലിത്താലിത്താൽ, താലിയൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്നതായ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ത്വാഹ എന്നുള്ള റസൂലുള്ളാഹിൻ്റെ പേരിനെ ഒരു എങ്ങനത്തെ ത്വാഹ നബിയാണ്? താലിയൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന, നമുക്ക് ഓതിത്തരുന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിദാദ് എന്ന് പറഞ്ഞാൽ അനുരാഗം, ഇഷ്ക്, അതിനെ തൊട്ട് ഞാൻ എന്താക്കിയിട്ടില്ല, അതിനെ തൊട്ട് മടങ്ങി വന്നിട്ടില്ല. ഞാനതൊക്കെ സഹിച്ചിട്ട് അവിടെ നിന്നു, ആ പരിഭ്രമവും പേടിയൊക്കെ സഹിച്ചിട്ട്. ലിത്താലിത്താൽ, താല് എന്ന് അവസാനത്തെ താൽ എന്ന് പറഞ്ഞാൽ പിന്നെ താബ എന്നല്ല, പിമ്പറ്റുക എന്നുള്ള അർത്ഥം. എങ്ങനെ ഞാൻ അവിടെ നിന്നു? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിമ്പറ്റിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. തിരിച്ച് ഞാൻ നാട്ടിലേക്ക് പെട്ടെന്ന് പോയിട്ടില്ല. എന്നിട്ട് മഹാന്മാർ അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, പലരും പരിഭ്രമിച്ചു കൊണ്ട് പോയവരുണ്ടെന്നാണ്. ആശിക്യങ്ങളൊക്കെ അവിടെ എത്തിയപ്പോൾ പരിഭ്രമിച്ച് ബോധം കെട്ട് ബോധക്ഷയത്തിൽ നിന്നും അവർ തെളിഞ്ഞ സമയത്ത് അവർ പെട്ടെന്ന് നാട്ടിലേക്ക് പോയി. ഇനി അവിടെ നിൽക്കാൻ സാധിക്കില്ല. ഇദ്ദേഹം പറഞ്ഞു, ഞാനവിടെ പിടിച്ച് നിന്നതാണ്. എന്നിട്ട് മഹാന്മാർ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ബൂസൈരി ഇമാമനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന്. ബൂസൈരി ഇമാമ ഇതേപോലെ മദീന മുനവറയിലേക്ക് പോയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്കൊക്കെ പെട്ടെന്ന് എന്തെന്നില്ലാത്തൊരു പരിഭ്രമവും പേടിയും ഉണ്ടാവുകയും ഒരു ഷോക്കായ പോലെ അവർക്ക് അനുഭവപ്പെടുകയും അവർക്ക് പരസ്പരം സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. എന്തോന്ന് സംഭവിച്ചതുപോലെ. സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നല്ല, കൈകൊണ്ട് ഇഷാറത്താക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ ഇഷാറത്താക്കല്ലേ, ഇവിടുന്ന് വിടാന്നുള്ള ആ കൈകൊണ്ട് ഇഷാറത്താക്കാൻ പോലും പരസ്പരം സാധിക്കാത്ത വിധം അവർക്കൊരു പേടി സംഭവിച്ചു എന്നാണ്. അതാ ഹുബ്ബിൻ്റെ കടുപ്പാണ്, അല്ലേ? ആ കറണ്ട് തമ്മിൽ അവിടെ കണക്ഷൻ വരാം. അങ്ങനെ മഹാന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മളെത്ര ആൾ പോയിട്ടുണ്ടല്ലേ? നമ്മൾ തിരിച്ചു വന്നു. നമുക്കൊരു കണക്ഷനും ഇല്ല, ഒരു ഇതില്ല. നമ്മൾ ആ ഒരു ചടങ്ങ്, ഉംറ സർവീസ്, ഉംറ ടൂറ്, അപ്പോൾ എല്ലാം ടൂറായിട്ട് മാറി. പല നാടുകളൊക്കെ കാണുന്ന പോലെ അവിടെ നമ്മൾ പോയി സെൽഫി എടുത്ത് കുറേ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ തസ്ബീമാരെയും കുറേ മുസല്ലൊക്കെ വാങ്ങി, ഈത്തപ്പഴം വാങ്ങി നമ്മൾ വന്നു. ഈ മഹാന്മാരെ ചരിത്രം പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടാണ്. അവരവിടെ എത്തിയപ്പോൾ ബോധക്ഷയം സംഭവിക്കുന്നു, പരിഭ്രമിക്കുന്നു, പരസ്പരം കൂട്ടുകാരോട് പോലും മിണ്ടാൻ പറ്റാത്ത വിധം, കയ്യൊന്ന് അനക്കിയിട്ട് ഇഷാറത്താക്കാൻ പോലും പരസ്പരം സാധിക്കാതെ അല്പസമയം അവർ ഷോക്കായതുപോലെ നിന്നു പോകുന്നു. പിന്നെ അവർക്ക് അതൊക്കെ തെളിഞ്ഞു വരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എൻ്റെ ഖൽബിൻ്റെ ആ തഅല്ലുഖാണ് വ്യക്തമാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഇതിൻ്റെ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിച്ച ആ മഹാന്മാരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബിലും എന്തെന്നില്ലാത്ത അനുരാഗവും സ്നേഹവും അള്ളാഹു നൽകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കൊക്കെ റസൂലുള്ളാഹിനെ സ്നേഹിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹുവേ നീ നൽകണേ. അല്ലാഹ് അർഹമുർ റഹീമായ റബ്ബേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മദീന മുനവ്വറയിൽ പോകാനും റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാഹ് പോയവർക്ക് വീണ്ടും ഇതൊക്കെ കേട്ട് പഠിച്ചിട്ട് പോകുമ്പോൾ അതുപോലെ ഇഖ്ലാസോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട്
കൽബ് ബന്ധപ്പെടുന്ന ആ രീതിയിൽ പോകാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, പോവാൻ സാധിക്കാത്തവർക്ക് എളുപ്പത്തിൽ തന്നെ അവിടെ എത്താനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. ആ പച്ച കുബ്ബയുടെ താഴെത്തുന്നുകൊണ്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നിങ്ങനെ കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് ചൊല്ലാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. ആ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ ആ പരിശുദ്ധമായ സ്ഥലത്ത് വെച്ച് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ ഹബീബിൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ലോക മുസ്ലിങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഈ പീഡനങ്ങളും താടനങ്ങളും അതൊക്കെ നീ അവസാനിപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, അതിനു വേണ്ടി കോപ്പ് കൂട്ടുന്ന കിങ്കരന്മാരെ നീ തന്നെ നശിപ്പിക്കണേ അല്ലാഹ്. അവരുടെ കുതന്ത്രങ്ങൾ അവരിലേക്ക് തന്നെ മടക്കണേ അല്ലാഹ്. ആരൊക്കെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുവാനോ പീഡിപ്പിക്കുവാനോ ആക്രമിക്കുവാനോ കോപ്പ് കൂട്ടുന്നുണ്ടെങ്കിൽ അവരിലേക്ക് തന്നെ നീ അതിനെ മടക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ കുതന്ത്രങ്ങളും നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഈ സമരമുഖത്ത് നിന്ന് ചോരയൊലിച്ച് മരിച്ചുപോയ ആ ചെറുപ്പക്കാർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നേതൃത്വമായിട്ട് ഞങ്ങളിവിടെ സുഖിച്ച് ജീവിക്കുമ്പോഴും ഞങ്ങളുടെ ഖലീഫകളായിട്ട് അവർ ആ സമരമുഖത്ത് നിന്ന് വെടിയേറ്റ് മരിച്ചുപോയി. അർഹമുർ റഹീമായ റബ്ബേ, അതിനുള്ള പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു നിയമവും വരുത്താൻ അവർക്ക് നീ കഴിവ് നൽകല്ല അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, അവരുടെ കൈകൾ നീ പിടിച്ചു കെട്ടണേ അല്ലാഹ്. ഇസ്സത്തോടെ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ഇസ്സത്തോടെ ജീവിക്കുവാനും അവസാനം മരിക്കുന്ന സമയത്ത് ഇസ്സത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ആരുടെ കാൽക്കീഴിലും തലവെച്ച് കൊടുക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തല്ല അല്ലാഹ്. പിറന്നു വീണ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്കോ അല്ലെങ്കിൽ ജയിലിലേക്കോ പോകേണ്ട ഒരവസ്ഥ ഞങ്ങൾ ആർക്കും നീ വരുത്തല്ല അല്ലാഹ്. അവിടെ കിടക്കുന്ന മഹാന്മാരുടെയും ഈ പറഞ്ഞ മഹാന്മാരുടെയും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നാട്ടിലെയും മറ്റുള്ള എല്ലാ നാട്ടിലെയും മുസ്ലിമീങ്ങൾ നീ സംരക്ഷിക്കണേ അല്ലാഹ്. നിൻ്റെ ഹിഫ്ളിലും നിൻ്റെ ഇനായത്തിലും നീ ആക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസല്ലം അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله.